എല്ലാവർക്കും പുതിയൊരു യൂട്യൂബ് വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം നമ്മളിന്ന് ഗപ്പിക്ക് ബ്രീഡിംഗ് കേജാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മളെ ഇവിടെ കിട്ടിയ പഴയ ഒരു ഡബ്ബ് കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ചെറിയ ഡബ്ബും നമുക്ക് എന്തൊക്കെയാണ് ബ്രീഡിംഗ് കേജ് ഉണ്ടാക്കാൻ വേണ്ട ഡബ്ബ്, പിന്നെ നമുക്കൊരു കത്രിക, ഇൻസുലേഷൻ ടാപ്പ്, അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ അളവിന് യൂസുള്ള ഒരു നെറ്റ് എടുക്കാം. അപ്പം നമ്മൾ ആദ്യം നമുക്ക് എത്ര സൈസ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്രീഡിംഗ് കേജിന് എത്ര നമ്മളെ ബ്രീഡാക്കാടുന്ന ഗപ്പിക്ക് എത്ര അളവിന് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരളവിന് നിങ്ങൾക്ക് ഇവിടുന്ന് കട്ട് ചെയ്യട്ടോ. ഞാൻ കട്ട് ചെയ്യാൻ പോകണം. ഈ ഒരളവാണ് നമുക്ക് എത്ര അളവ് കട്ട് ഈ അളവ് മതിയോ? ഇതാണ് കണ്ണാൽ അനിയ ശ്രീക്കുട്ടി. ഞങ്ങൾ അധികം കണ്ടിട്ടുണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ വിളിക്കുന്നത് കേട്ടിരിക്കും. ഇയാള് കട്ട് ചെയ്യണം. ഈ ഒരു അളവ് കട്ട് ചെയ്യണം. അല്ല ഇത്രയും കൂടി ഇങ്ങോട്ടാക്കണം. ഇത്തിരി കൂടി ഇങ്ങോട്ടാക്കാം. അപ്പം നമ്മളിത് കട്ട് ചെയ്തിട്ട് കാണിക്കട്ടെ. അപ്പോൾ ഗൈസ് നമ്മൾ 2 കഷ്ണമാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 2 കഷ്ണമാക്കുന്നത് ഇവിടെ നമ്മൾ നെറ്റ് കെട്ടിയിട്ട് നമ്മളിതാ ഈ ഒരു ഇതിൽ ഇറക്കി വെക്കും. ഈ ഒരു ഇതിൽ ഇറക്കി വെക്കുമ്പോൾ നമ്മളിതാ ഈ ഒരു വശത്ത് നമ്മൾ മീനിട്ട് കുട്ടികളുണ്ടെങ്കിൽ ഇവിടേക്ക് ഇറങ്ങി പോയിക്കോളും. അല്ലാണ്ട് നമ്മൾ ഡയറക്റ്റ് ഇത് അങ്ങനെ നെറ്റ് കെട്ടിയിട്ട് ഇങ്ങനെ ഇട്ടിട്ട് ഫ്രിഡ്ജ് ബോക്സിലോട്ട് പോകുന്നതല്ല. അപ്പോൾ നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നെറ്റ് കെട്ടണം. പിന്നെ ഫ്രിഡ്ജ് ബോക്സ് ഇല്ലേ, ആ കൂടെ ഒരു ഫ്രിഡ്ജ് ബോക്സ് ഉള്ളു അലിക്കാണ്. പിന്നെ ഫാമ്പ് നിങ്ങൾക്കൊരു ഗിവ്അവേയുടെ കാര്യം ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ലാസ്റ്റ് നമ്മൾ പറഞ്ഞായിരുന്നേക്ക്. അപ്പോൾ നമ്മളിതാ ഈ ഇതിൻ്റെ ഒരു കറക്റ്റ് ഒരു വട്ടം നമ്മൾ എടുക്കാം. കറക്റ്റ് വട്ടം എന്ന് പറയുമ്പോൾ പെൻസിലോ സ്കെച്ച് എന്തെങ്കിലും വേണം. കറക്റ്റ് വട്ടം എന്ന് പറയുമ്പോൾ ക്രയോൺ മതി. പൂച്ചൻ്റെ വീടിൻ്റെ ഉള്ളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ചിലപ്പോൾ. നിങ്ങൾ അനേകം വരച്ച ചിത്രം കണ്ടിട്ടുണ്ടോ? അതാ നിങ്ങൾ കാണിച്ചു തരാം. നിങ്ങൾക്ക് നമ്മൾ കണ്ട ഒരു മരത്തിൻ്റെ ചിത്രം, മരത്തിൻ്റെ ചിത്രം കണ്ടോ? അവിടെ കണ്ടോ? അന വെച്ച ചിത്രം കേട്ടോ അത്. ഓക്കെ, നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളെ പൊട്ടിക്കാൻ പോണേ നമ്മളെ പിന്നെ സംഭവം ഞാൻ ഉണ്ടല്ലോ ഈ ബ്രീഡിംഗ് കേജ് ഉണ്ടാക്കാറുണ്ട്. കണ്ണമ്പലത്തിൽ പോയി വന്ന് ബ്രീഡിംഗ് കേജ് ഉണ്ടാക്കാറുണ്ടെങ്കിൽ അന്ന് അപ്പം അമ്മ ഫോണേ എല്ലാവരും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ കാസ്റ്റ് ചെയ്യാൻ പോകാറുണ്ട് മരത്തിൻ്റെ അടിയിൽ പോകാറ്. അപ്പം തവള ഉണ്ട് അവിടെ, അതിനെങ്ങനെ കളിപ്പിച്ച് തിരികേനു. എന്നിട്ട് തവളേനെ കളിപ്പിച്ചിട്ട് അപ്പുറത്തെ തീർന്ന് ഏറെടുക്കുന്നത് എറിഞ്ഞ് എന്തൊരു നമ്മൾ സ്ട്രൈക്ക് ചെയ്ത് ബ്രാലടിച്ച് കാണിച്ചു തരാം. അപ്പം നമുക്ക് ആദ്യം ഇതൊന്ന് കട്ട് ചെയ്യാം. എന്തേ ഗൈസ് നമ്മൾ കട്ട് ചെയ്യാൻ പോകണം. ഗൈസ് ഇതാ നമ്മൾ ഇതാ ഈ ഒരു വലുപ്പത്തിൽ ഒരു ബ്രീഡിംഗ് കേജ് കട്ട് ചെയ്ത് എന്തെങ്കിലും മുറിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ ഇത് മറ്റേ ഞങ്ങളിപ്പോൾ ഇത് പ്ലാസ്റ്റിക്കിനാണ് കറക്റ്റ്. അപ്പോൾ ഇൻസുലേഷൻ ടാപ്പ് അല്ലെങ്കിൽ എന്താ നമ്മൾ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ തുണീൻ്റെ ഒരു ചെറിയ തോട്ടങ്ങളൊക്കെ ഉണ്ടാവും. അതാണെങ്കിൽ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടി കൊടുത്താൽ മതി. അതും പറ്റില്ല. ഇതിന് ഇൻസുലേഷൻ ടാപ്പ് തന്നെയാണ്. നമ്മൾ ഇൻസുലേഷൻ ടാപ്പ് എടുത്തിട്ട് ഒരു പണിയാണ് ചെയ്യാൻ. അപ്പോൾ നമ്മളിത് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. എൻ്റെ പൊന്നടാവേ ഗായ്സ്, ഇതിൻ്റെ മേലെ ഈ നെറ്റ് ഇൻസുലേഷൻ ടാപ്പൊക്കെ ഇട്ട് ഒട്ടിക്കാൻ നോക്കിയിട്ട് ഞാനൊരു ഇതിൽ പഞ്ചറായി. ഇതൊന്നും ഒട്ടണമില്ല. ഇതിങ്ങനെ റബ്ബർ മാതിരി കളിക്കുക. ഇൻസുലേഷൻ ടാപ്പ് ഇപ്പോൾ വെറുതെ തീർന്ന് ലാസ്റ്റ് ഞാൻ എന്ത് ചെയ്തു അറിയോ? നമ്മളെ പഴയ ഡ്രസ്സിൻ്റെയൊക്കെ നെറ്റില്ലേ അതെടുത്ത് എവിടെ നിൽക്കോ ഒന്ന് കിട്ടിയതാണ്. ഒപ്പിച്ചാണ് ഇപ്പോൾ അത് വെറുതെ നമ്മളിതാ പഴയ ഡ്രസ്സ് ഉണ്ടായിരുന്നു അമ്മേൻ്റെ, അതിൽ നിന്ന് കിട്ടിയതാണ്. ഞാൻ കണ്ടിട്ടുണ്ട് ഇന്ന് നെറ്റ് ചെയ്യും നല്ല വിചാരിച്ചെടുക്കാം. നമുക്ക് അമ്മേൻ്റെ പഴയ ഡ്രസ്സ് എടുത്തിട്ട് വരച്ചറിയാം ഈ സാധനത്തിനെ കൊണ്ട് ക്രയോൺസ് നമുക്ക് നല്ല ലെവലിൽ റെക്കോർഡാണ്. നമുക്കിത് കുറച്ച് കട്ട് ചെയ്ത് കൊടുക്കാം.
ഇത്ര ആവശ്യമില്ല. ഇവിടെ ഇവര് എടാ കളിക്കലടാ മോൻ. നമുക്ക് കളിക്കണ്ട, നമുക്ക് ഇത്തിരി ഉറങ്ങാം. ഉറങ്ങാം. ഇതിനെക്കാട്ടി നല്ല ടേപ്പ് നോക്കി, ഇതിനെക്കാട്ടി നല്ലതാ ഈ റബ്ബർ ബാൻഡ് ഇട്ടിട്ട് റബ്ബർ ബാൻഡ് എടുക്കും. ഇവൻക്ക് ഇതിനിപ്പോ ഇത് റബ്ബർ ബാൻഡ് എടുത്ത് കാണിക്കുക. പേസ് ആവശ്യമില്ലാത്ത ഭാഗം കൊണ്ട് കട്ട് ചെയ്തപ്പോൾ നമ്മളിതാ കറക്റ്റ് ഇതാ അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് കറക്റ്റ് ഇട്ടിട്ടുണ്ട്, റെഡിയാവും. ഇനി അടുത്ത ടാസ്ക് കണ്ടതാ ഇതൊന്ന് ഞാൻ കഴുകട്ടെ. പേസ് ഇതാ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് നമ്മളത് നല്ല ഇതിലോട്ട് ആക്കി വെച്ച് കൊടുക്കാം. ഇത്രയുണ്ട് പരിപാടി. നമ്മൾ ബ്രീഡിങ് സെറ്റ് ചെയ്യുന്നത് എളുപ്പത്തിലാണ്. ആ നെറ്റിട്ട് സ്ഥലത്താണ് ലാഗായി പോയത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇനിയിലോട്ട് വെള്ളം നിറച്ചിട്ട് മീനിട്ടേക്കാം. അപ്പോൾ നമ്മൾ ഫുൾ ബ്ലാക്കിനാണ് തൊട്ടേക്കണേ. ഇതാണ് ബ്രീഡിങ് കേജ്. അപ്പോൾ ഗൈസ് ഇതാ ഇവിടെ ഫുള്ള് ഡ്രസ്സൊക്കെ ആർക്കാണ്. നമ്മളെ ഫുൾ ബ്ലാക്കിൻ്റെ ടാങ്കൊക്കെ വരെ കാണാൻ കഴിയില്ല. ആ ടാങ്ക് നമ്മൾ നെറ്റ് മെല്ലെ മാറ്റുന്നുണ്ട്. ഇവിടെ പുതിയ ആള് വന്നിട്ടുണ്ട്. ഹലോ. അപ്പോൾ എല്ലാവരും ഗിവ് അവേയിൽ പങ്കെടുക്കണേ. ഇങ്ങനെ ഇതൊക്കെ പോക്കുന്നു.